ഷാജി ജോസഫ്, ഞാനിന്ന് താങ്കളിൽ നിന്ന് തുടങ്ങുകയാണ്. താങ്കൾ ഉത്തരേന്ത്യയിലാകെ സഞ്ചരിച്ച് മാധ്യമപ്രവർത്തനം നടത്തുന്ന, ജനപദങ്ങളിലൂടെ സഞ്ചരിച്ച് ജനങ്ങളുടെ ചിന്തകളുടെ നാടിമിടിപ്പ് മനസ്സിലാക്കി റിപ്പോർട്ട് ചെയ്യുന്ന ദേശീയ മാധ്യമപ്രവർത്തകൻ തന്നെയാണ്. ഇത്തവണ ദില്ലിയിൽ പോയോ? ദില്ലിയിൽ നിന്നുള്ള വിവരങ്ങൾ, പ്രാഥമിക വിവരങ്ങൾ താങ്കളുടെ കയ്യിലുണ്ടോ? ദില്ലി, നമ്മുടെ രാഷ്ട്ര തലസ്ഥാനം, വീണ്ടും വീണ്ടും വേട്ടയാടപ്പെടുന്ന സർക്കാർ എന്ന ഇമേജോടുകൂടി നിൽക്കുന്ന ആം ആദ്മി പാർട്ടിയുടെ ഭരണം അവിടെ തിരിച്ചു വരുമോ? അതോ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഭൂരിപക്ഷവും പ്രവചിച്ചതുപോലെ BJP അധികാരം പിടിച്ചെടുത്ത് അട്ടിമറി സൃഷ്ടിക്കുമോ എന്നൊക്കെ ഇന്ത്യ ഉറ്റുനോക്കുകയാണ്. ദില്ലി എന്ത് ചിന്തിക്കുന്നു എന്ന പ്രവചനത്തിന് ഇപ്പോൾ അർത്ഥമില്ല. എങ്കിൽ പോലും അതിലുള്ള ചില സൂചനകൾ നൽകാമോ ഷാജി ജോസഫ്? NBC ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാൻ ഡൽഹിയിലുണ്ടായിരുന്നു. ഒരാഴ്ച മുൻപാണ് തിരിച്ചിങ്ങോട്ട് എത്തിയത്. ഡൽഹിയിലെ തിരഞ്ഞെടുപ്പ് ഇപ്രാവശ്യം നമ്മൾ കണ്ടത് 2013-ലോ 15-ലോ 20-ലോ നമ്മൾ കാണാത്ത രീതിയിൽ വീറും വാശിയും ഉണ്ടായിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ ശ്രദ്ധിക്കണം, 15-ലും 20-ലും ആം ആദ്മി പാർട്ടിയുടെ ഒരു മുന്നോക്കം, അല്ലെങ്കിൽ അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ മേൽക്കൈ ഉണ്ട് എന്ന് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത് ആം ആദ്മി പാർട്ടിയുടെ പരമ്പരാഗതമായ മേഖലകളിലെല്ലാം BJP ഒരു വലിയ പ്രചരണം അഴിച്ചുവിടുകയും ആ പ്രചരണം ഏതാണ്ട് വിജയത്തിലേക്ക് നീങ്ങുന്നു എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് BJP കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വലിയ നേട്ടമുണ്ടാക്കാൻ സാധിക്കും എന്ന് ഈ പോളിംഗ് ഡേക്ക് മുൻപ് തന്നെ സാധാരണ ജനങ്ങൾക്കിടയിൽ ഒരു പ്രചരണം അഴിച്ചുവിടാൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു തോന്നലുണ്ടാക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മളിത് പറയുമ്പോൾ തന്നെ ആം ആദ്മി പാർട്ടിയുടെ കേഡറുകൾ, അതായത് അവർ പഴയ MLA-മാരെ റിപ്പീറ്റ് ചെയ്യാതെ പുതിയ ആളുകളെ ഫീൽഡ് ചെയ്ത 28 സീറ്റുകളിൽ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ചില ബലഹീനതകൾ പ്രചരണ രംഗത്തുണ്ടായി എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. പ്രത്യേകിച്ച് ടിക്കറ്റ് നിഷേധിക്കപ്പെട്ട, മത്സരിക്കാനുള്ള അവസരം നിഷേധിക്കപ്പെട്ട നിലവിലെ MLA-മാർ പ്രചരണത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ മൗനരായി നിൽക്കാതെ തുറന്ന് BJPയുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് ആം ആദ്മി പാർട്ടിയുടെ ക്യാൻഡിഡേറ്റ്സിനെതിരെ പ്രവർത്തിക്കുകയും ഈ പ്രവർത്തനത്തിലൂടെ BJPയുടെ ഈ ഓരോ സീറ്റിലുമുള്ള ക്യാൻഡിഡേറ്റ്സിന് വലിയ നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്നു എന്ന് വരുത്തി വയ്ക്കുകയും ചെയ്തതോടുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി പരാജയപ്പെടുകയും BJP ഏതാണ്ട് 27 വർഷത്തിന് ശേഷം അധികാരം പിടിച്ചെടുക്കുകയും ചെയ്യാൻ പോവുകയാണ് എന്ന എക്സിറ്റ് പോളുകളുടെ പ്രവചനം, അതിന് ഒരു ഗ്രൗണ്ട് കണ്ടെത്താനുള്ള കാരണമെന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്രാവശ്യത്തെ ഈ തെരഞ്ഞെടുപ്പിൽ BJP ഡൽഹിയിൽ കാഴ്ചവെച്ച പ്രചരണം എന്ന് പറയുന്നത് ഒരു ക്ലാസിക് ഗുജറാത്ത് മോഡൽ പ്രചരണമായിരുന്നു. അരവിന്ദ് കെജ്രിവാളിനും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കുമെതിരെ കഴിഞ്ഞ 5 വർഷമായി ഡൽഹിയിൽ BJP നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രചരണം, തെരഞ്ഞെടുപ്പിനൊക്കെ എത്രയോ നാൾ മുൻപേ തന്നെ ആം ആദ്മി പാർട്ടിയുടെ ഡൽഹിയിലെ ഭരണം അവസാനിപ്പിക്കണം, 27 വർഷമായി ഡൽഹി ഭരണത്തിൽ വനവാസത്തിലായിരിക്കുന്ന BJPക്ക് തിരിച്ചു വരണം എന്നുള്ള ഒരു വലിയ താല്പര്യത്തോടെയുള്ള പ്രവർത്തനം, അതിനായി അവർ അഴിച്ചുവിട്ട ഒരു പ്രചരണം, അത് കെജ്രിവാൾ എന്ന് പറയുന്ന ആം ആദ്മി പാർട്ടിയുടെ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ഒരു നേതാവിനെ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ രാഷ്ട്രീയ USP ആയ അഴിമതിരഹിത ഭരണം എന്ന ഇമേജിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്, ആ ഇമേജിന് കോട്ടം തട്ടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആം ആദ്മി പാർട്ടിയുടെ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തിലെ ന്യൂനതകൾ എടുത്തു കാണിക്കുന്ന രീതിയിലുള്ള പ്രചരണമാണ് തുടങ്ങി വെച്ചത്. അതോടൊപ്പം BJP
മിഡിൽ ക്ലാസ്സിനിടയിൽ, മധ്യവർഗത്തിനിടയിൽ നടത്തിയ ഒരു കാലഘട്ടത്തിൽ തങ്ങളുടെ നിശ്ചിതമായ വോട്ട് ബാങ്കായിരുന്ന മിഡിൽ ക്ലാസ്സിനെ, മധ്യവർഗത്തെ തിരിച്ച് ബി ജെ പിയിലെ തനതായ വോട്ട് ബാങ്കാക്കി മാറ്റാൻ നടത്തുന്ന ശ്രമങ്ങൾ, അതും ആം ആദ്മി പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ തൻ്റെ വെൽഫെയർ മെഷേഴ്സിലൂടെ ആം ആദ്മി പാർട്ടി നേതാവ് അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റും നടത്തിയ നീക്കങ്ങളെ തടയിടാൻ ബി ജെ പിക്ക് സാധിച്ചില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് വളരെ കൃത്യമായി ബി ജെ പിക്ക് പറയേണ്ടി വന്ന ഈ പ്രചരണത്തിനിടയിൽ ജനങ്ങളോട്, പ്രത്യേകിച്ച് BPL ലെവലിൽ നിന്നും താഴേക്കായി താമസിക്കുന്ന, പ്രത്യേകിച്ച് ഡൽഹിയുടെ പ്രാന്തപ്രദേശങ്ങളിലുള്ള ചേരികളിൽ താമസിക്കുന്ന വോട്ടേഴ്സിനോട് അവർക്ക് പറയേണ്ടി വന്നു, നിങ്ങൾക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആനുകൂല്യവും നിർത്താൻ ബി ജെ പി ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയേണ്ടി വന്നു. കാരണം ഡൽഹിയിലെ താഴേക്കിടയിൽ, എക്കണോമിക്കലി താഴേക്കിടയിൽ താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഇലക്ട്രിസിറ്റി ഫ്രീ ആയി ലഭിക്കുന്നു, വെള്ളം ഫ്രീ ആയി ലഭിക്കുന്നു. ഇതൊക്കെ അവരുടെ അവകാശമായി മാറിയിരിക്കുന്ന രീതിയിലാണ് ജനങ്ങൾ ഇതിനെ കാണുന്നത്. അതുകൊണ്ട് അതിനെ തൊട്ട് കളിച്ചാൽ വീഴ്ചയുണ്ടാകും, തിരിച്ചടി ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയ ബി ജെ പി സ്ത്രീകളുടെ വോട്ട് ബാങ്ക്, അരവിന്ദ് കെജ്രിവാളിൻ്റെ ഒരു വലിയ ശക്തി എന്ന് പറയുന്ന സ്ത്രീകൾക്കിടയിലെ വോട്ട് ബാങ്കാണ്. ആ വോട്ട് ബാങ്കിനെ പിടിച്ചെടുക്കുവാൻ വേണ്ടിയിട്ട് നടത്തിയ ബി ജെ പി നടത്തുന്ന ഒരു ശ്രമത്തിൻ്റെ ഭാഗമായുള്ള 2500 രൂപ വരെയുള്ള സ്ത്രീകൾക്കായുള്ള ഓരോ പരിപാടികളെയും ബി ജെ പിക്ക് മുന്നോട്ട് കൊണ്ടുവരേണ്ടി വന്നു. ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന നേതാവിനെതിരെ, അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കെതിരെ വലിയ രീതിയിലുള്ള പ്രചരണം അഴിച്ചുവിടുക, അതിലൂടെ നഷ്ടപ്പെട്ടു പോയ പ്രതാപം തിരിച്ചു പിടിക്കുക എന്ന് പറയുന്ന ബി ജെ പിയുടെ നീക്കത്തിൽ ബി ജെ പിക്ക് ഈ പ്രചരണം ഏതാണ്ട് വലിയ ഒരു വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നാൽ അരവിന്ദ് കെജ്രിവാളിനെ തങ്ങളുടെ രക്ഷകനായി കണക്കാക്കുന്ന ഒരു വലിയ ഒരു വോട്ട് ബാങ്ക് ഡൽഹിയിൽ ഇപ്പോഴുമുണ്ട്. അവരുടെ ഇടയിലേക്ക് കടന്നു കയറാൻ ബി ജെ പിക്ക് സാധിക്കാതെ വരുന്നു എന്നൊരു വിചാരം ഈ പോളിങ്ങിന് ശേഷം ബി ജെ പിയുടെ കണക്കുകൂട്ടലുകളിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം നിലവിലുണ്ടായാൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ പാർട്ടിക്ക് ബി ജെ പി ഉയർത്തുന്ന വെല്ലുവിളിയെ അതിജീവിക്കാൻ സാധിക്കും എന്ന കണക്കൂട്ടിലാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി നിൽക്കുന്നത്. ഷാജി ജോസഫ്, മുതിർന്ന ദേശീയ മാധ്യമ പ്രവർത്തകൻ, അദ്ദേഹം നൽകിയ ഒരു ഭൂമിക, രാഷ്ട്രീയ ഭൂമിക അദ്ദേഹം നമുക്ക് പരിചയപ്പെടുത്തിയിരിക്കുന്നു. ദില്ലിയുടെ രാഷ്ട്രീയ സൂക്ഷ്മതകൾ, അവിടെ ആസൂത്രിതമായ തെരഞ്ഞെടുപ്പ് പ്രചാരണ തന്ത്രങ്ങൾ ഏറ്റുമുട്ടുകയാണ്. ക്ഷേമരാഷ്ട്രീയവും തന്ത്രങ്ങളുടെ രാഷ്ട്രീയവും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. അത് എന്തു ഫലം ഉണ്ടാക്കാം എന്ന് നമ്മൾ കാത്തിരിക്കുകയാണ്, അത് കാണുന്നതിന് വേണ്ടി.